നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവേശിൻ്റെ തേർഡ് പാർട്ട് വ്യാകരണ ടെസ്റ്റിൽ വരുന്ന കുറച്ച് വ്യാകരണമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും സരള ഹിന്ദി വ്യാകരണ ടെസ്റ്റ് കാണും. അപ്പോൾ അതിൽ 100ാമത്തെ പേജിൽ വരുന്ന ഗ്രാമറാണ് തേർഡ് പാർട്ടിൽ 3ാമത്തെ പരീക്ഷയ്ക്ക് വരുന്ന ഗ്രാമർ ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നൊരു 20 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ മെത്തേഡ് ഇതാണ്, ക്വസ്റ്റ്യൻ മാത്രം ചെറിയ മാറ്റം വരുള്ളൂ. മെയിൻ ചായ് പീത്താ ഹോ, സാമാന്യ ഭൂതകാലത്തിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും. അപ്പം ഇതാണ് മോഡൽ വരുന്നത്. എല്ലാത്തിൽ നിന്നും ഓരോ ചോദ്യം വരും. ഭൂതകാല്, ഭവിഷ്യത്തുകാല്, വർത്തമാനകാല്, നിത്യതാബോധക്, താൽക്കാലിക വർത്തമാനകാല്, ചാഹിയെ, ലഘ്, നേക പ്രയോഗ്, ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ മെയിൻ ചായ് പീത്താ ഹോ ബാക്കിയപ്പോൾ സാമാന്യ ഭൂതകാലിനെ ബദൽക്കർ ലിഖിയ. ഞാൻ ചായ കുടിക്കുന്നു എന്നുള്ളത് ഭൂതകാലത്തിലാക്കുമ്പോൾ മേനെ ചായ് പി, ഞാൻ ചായ കുടിച്ചു എന്നാവും. തും ഹിന്ദി പഠിത്തേ ഹോ, നിങ്ങൾ ഹിന്ദി പഠിക്കുകയാണോ, അത് സാമാന്യ ഭവിഷ്യത്തുകാലാകുമ്പോൾ തും ഹിന്ദി പഠോങ്കെ, നിങ്ങൾ ഹിന്ദി പഠിക്കുമോ എന്നാവും. ലഡ്കിയാ ഗീത് ഗാത്തി ഹെ, പെൺകുട്ടികൾ പാട്ട് പാടുന്നു. സന്ദിഗ്ധ വർത്തമാനകാലത്തിലാക്കുമ്പോൾ ലഡ്കിയാ ഗീത് ഗാത്തി ഹോഗി, പെൺകുട്ടികൾ പാട്ട് പാടിയിട്ടുണ്ടായിരിക്കും. വേ കാം കരേങ്കെ, അവർ ജോലി ചെയ്യും. അതിന് സംഭാവ്യ ഭവിഷ്യത്താകുമ്പോൾ വേ കാം കരേ, അവർ ജോലി ചെയ്യട്ടെ എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥി പുസ്തകാലയ ജാത്താ ഹെ, അതിൻ്റെ താൽക്കാലിക എഴുതുമ്പോൾ വിദ്യാർത്ഥി പുസ്തകാലയ ജാ രഹാ ഹെ, വിദ്യാർത്ഥി വായനശാലയിൽ പോകുന്നു എന്നുള്ളത് താൽക്കാലിക വരുമ്പോൾ രഹായാണ് ചേർക്കേണ്ടത്. അപ്പം വിദ്യാർത്ഥി പുസ്തകാലയ ജാ രഹാ ഹെ. പിതാജി സബേരെ നഹാത്തേ ഹെ, അത് നിത്യബോധക വരുമ്പോൾ കർ ചേർക്കുക. പിതാജി സബേരെ നഹായ കർത്തേ ഹൈ എന്ന് വരും. ലഡ്കെ ഗേന്ദ് ഖേൽത്തേ ഹെ, അത് നിത്യതാബോധകന് ലഡ്കെ ഗേന്ദ് ഖേല കർത്തേ ഹെ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇതേ മെത്തേഡായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. മോഡൽ ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ പ്രവേശന ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ഹിന്ദി ശിക്ഷ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും ലഭിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ജില്ലക്കാർക്കും ഇതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പുതിയ ബാച്ചിന് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ എക്സാം ആയതുകൊണ്ട് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 10 ക്ലാസ് ഓൺലൈനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് 10 ക്ലാസ്സുകൾ കൊടുക്കും. അപ്പം അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9400773625 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 8. അധ്യാപക ഹിന്ദി പഠാത്തെ ഹെ, കർമ്മവാച്യം വരുമ്പോൾ അധ്യാപക സെ ഹിന്ദി പഠായി ജാതി ഹെ, അധ്യാപകൻ ഹിന്ദി പഠിക്കുന്നു എന്നുള്ളത് അധ്യാപകനാൽ ഹിന്ദി പഠിപ്പിക്കപ്പെടുന്നു എന്ന് പറയും. ബൂഠ ചൽ നഹി സക്ത, അതിൻ്റെ ഭാവം എന്ന് പറയുമ്പോൾ ബൂട്ടേ സെ ചലാ നഹി സക്ത, വൃദ്ധന് നടക്കാൻ കഴിയില്ല, വൃദ്ധനാൽ നടക്കാൻ കഴിയുകയില്ല എന്നാവും. പിതാജി മൈസൂർ ജാനാ ചാത്തേ ഹെ, അതിൻ്റെ ചാഹി വരുമ്പോൾ കോ ചേർക്കുക. പിതാജി കോ മൈസൂർ ജാനാ ചാഹിയെ, അച്ഛന് മൈസൂറിൽ പോകണം. ഹം ദേശ് കി സേവ കർത്തേ ഹെ, അവിടെ ചാഹി വരുമ്പോൾ ഹംകോ ദേശ് കി സേവ കർണി ചാഹിയെ, ഇതൊക്കെ സ്ഥിരം വരുന്നതാണ്. സബേരെ ചിടിയ ചഹ്തി ഹെ, ലഘു വരുമ്പോൾ സബേരെ ചിടിയ ചഹ്കനെ ലഘ്തി ഹെ. ബച്ച രോയ, ലഘു വരുമ്പോൾ ബച്ച രോനെ ലഘ, കുട്ടി കരഞ്ഞു, കുട്ടി കരയാൻ തുടങ്ങി. ലഘു എന്ന് വെച്ചാൽ തുടങ്ങുക. അപ്പം ലഘു എഴുതുമ്പോൾ തൊട്ട് മുമ്പേ നേ ചേർക്കുക. ഘോഡ തേസ് ദൗഡ്താ ഹെ സക്ക്, ഘോഡ തേസ് ദൗഡ് സക്താ ഹെ, കുതിര ഓടുന്നു, കുതിരയ്ക്ക് ഓടാൻ കഴിയും. സക്ക് ചുക്ക് ബോൾ ഫൂൾ ഇതൊക്കെ വരുമ്പോൾ പ്രത്യയങ്ങളൊന്നും വേണ്ട, അതായത് കാക്കേക്കിയൊന്നും വേണ്ട. ക്യാ തും തൈർത്തേ ഹോ, നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ. സക്ക് ക്യാ തും തൈർ സക്തേ ഹോ, അപ്പോൾ തും വന്നപ്പോഴാണ് അവിടെ ഹോ വന്നത്. ആപ്പ് ഒന്നെങ്കിൽ ഈയെ വന്നനെ, ആയിയെ ജായി അങ്ങനെയൊക്കെ വരാം. ഹംനെ ഭോജൻ കിയ ചുക്ക്, ഹം ഭോജൻ കർ ചുക്കെ, ചുക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞു, സക്ക് എന്ന് വെച്ചാൽ കഴിയുക. സക്ക് ചുക്ക് അതൊക്കെ ചോദിക്കേ. ഉനോനെ ഭാഷൺ കിയ വേ ഭാഷൺ കർ ചുക്കെ, വേ ഭാഷൺ കർ ചുക്കെ. അടുത്ത് വരുന്നത് 18ാമത്തെ പേജാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ടെസ്റ്റ് കാണുമല്ലോ, അപ്പോൾ ടെസ്റ്റ് വെച്ച് വേണം പഠിക്കേണ്ടത്. 18ാമത്തത് തുമ്നെ നഹി ബുലായ ഇസ്ലിയെ മേ നഹി ആയ, നീ വിളിച്ചില്ല ഞാൻ വന്നില്ല. അപ്പം അഗർ തോ, നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. അഗർ തും ബുലാത്തേ തോ മേ ആത്ത. ഉസ്നെ അച്ചി തരേ നഹി പടാ വഹു പരീക്ഷ മേ അനുത്തീർൺ ഹുവ. യദി തോ, അവൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം. യദി വഹു അച്ചി തരേ പഠിത്താ തോ പരീക്ഷ മേ ഉത്തീർണ ഹോത്താ. खूब पढ़ने पर भी उसको पहली ശ്രേണി നഹി മിലി യദ്യപി തഥാപി, അവൻ നന്നായിട്ട് പഠിച്ചു എന്നാലും അവന് ഫസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ യദ്യപി ഉസ്നെ खूब पढ़ा 20ാമത്തെയാണ്. खूब पढ़ा तथापि उसको पहली ശ്രേണി നഹി മിലി.
कड़ी मेहनत करने पर भी मजदूर को वेतन नहीं मिला। हालांकि नौकर ने कड़ी मेहनत की तो भी उसको वेतन नहीं मिला। मेरा भाई बीमार था वह दफ्तर गया ഹാലങ്കി ഫിർഫി എന്നിരുന്നാലും എന്നിരുന്നാലും പറയും. സഹോദരന് സുഖമില്ല എന്നാലും അവൻ ഓഫീസിൽ പോയി. ദഫ്തർ ഓഫീസ്. ഹാലങ്കി മേരാ ഭായ് ബിമാർ താ ഫിർഫി വഹ് ദഫ്തർ ഗയ. ഹംകോ ഡോക്ടർ കി ദവ പീനി ഹെ. അപ്പോൾ പാടെന്ന് വെച്ചാൽ വിവശതാബോധമാണ്. ഞങ്ങൾ ഡോക്ടറിൻ്റെ മരുന്ന് കുടിച്ചു. ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ മരുന്ന് കുടിക്കേണ്ടി വന്നു. അതാണ് പാട്. അപ്പോൾ ഹംകോ ഡോക്ടർ കി ദവ പീനി പഡ്തി ഹെ. അപ്പോ ദില്ലി ജാനാ ഹോഗ. താങ്കൾക്ക് ദില്ലി പോകണം. താങ്കൾക്ക് ദില്ലിയിൽ പോകേണ്ടി വരും. അപ്പോൾ വരും എന്നുള്ളതാണ് പടയുക. അപ്പോൾ ദില്ലി ജാനാ പടയുക. മേരി ബാത് സുൻകർ വേ ബഹുത് ഖുഷ് ഹുയെ. എൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. മേരി ബാത് സുൻകർ ഉनको ബഹുത് ഖുഷി ഹുയി. ഇനി ഇതുപോലെ കുറച്ച് അഭ്യാസമൊക്കെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് പേജിൽ. അപ്പോൾ അതൊക്കെ ഇതേ മെത്തേഡ് തന്നെയാണ്. ഇതൊക്കെ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹിന്ദി ശിക്ഷ എന്ന ചാനലിൻ്റെ പേര്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.